ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മർദ്ദം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. മർദ്ദം എന്താണെന്ന് പഠിച്ചു, വ്യാപക മർദ്ദം എന്താണെന്ന് പഠിച്ചു, ദ്രാവക മർദ്ദം പഠിച്ചു, വാതക മർദ്ദം പഠിച്ചു, അന്തരീക്ഷ മർദ്ദം പഠിച്ചു. അന്തരീക്ഷ മർദ്ദം നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അന്തരീക്ഷ മർദ്ദത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ വരുന്ന ഒരു പരീക്ഷണമാണ് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു അലൂമിനിയം ക്യാൻ എടുക്കുക, അലൂമിനിയത്തിൻ്റെ ഒരു ക്യാൻ എടുക്കുക, അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിക്കുക, എന്നിട്ട് ക്യാൻ അടയ്ക്കുക. അടച്ച ശേഷം ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഈ ക്യാൻ മുക്കുക. അപ്പോൾ എന്തായിരിക്കും നിരീക്ഷിക്കാനായിട്ട് പറ്റുക? അപ്പോൾ ഈ ക്യാൻ അങ്ങ് ചിത്രത്തിൽ കാണിച്ചതുപോലെ ക്യാൻ അങ്ങ് ചുളിഞ്ഞു പോകും. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ച ക്യാൻ തണുത്ത വെള്ളത്തിലേക്ക് മുക്കുന്ന സമയത്ത് ക്യാൻ തണുക്കും, ക്യാൻ്റെ ഉൾഭാഗമൊക്കെ തണുക്കും. തണുത്ത വെള്ളത്തിലേക്ക് അങ്ങ് മുക്കുന്ന സമയത്ത് ക്യാൻ അങ്ങ് തണുക്കും. തണുക്കുന്ന സമയത്ത് ആ ഉള്ളിലുള്ള മർദ്ദം കുറയും. എന്നാൽ പുറത്തുനിന്നതിന് ഒരു അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു മർദ്ദം കാരണം ഇത് ചുക്കിച്ചുളിഞ്ഞു പോകും. ആ ഒരു മർദ്ദം എല്ലാ ഭാഗത്തുനിന്നും ഈ ഒരു ക്യാനിൽ അനുഭവപ്പെടുമ്പം അത് ചുളിഞ്ഞു പോകും. ഇനി അടുത്തായിട്ടൊരു പ്രോബ്ലമാണ് കൊടുത്തിട്ടുള്ളത്. ആ പ്രോബ്ലം നമുക്ക് നോക്കാം. 1 മീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു മേശയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷ മർദ്ദം പ്രയോഗിക്കുന്ന ബലം എത്രയുണ്ടാകും? കണക്കാക്കി നോക്കണം. 1 മീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു മേശ, അതിൻ്റെ ഉപരിതലത്തിൽ അന്തരീക്ഷ മർദ്ദം കാരണം ഉണ്ടാകുന്ന ബലം. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ മൂല്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, 10-13-25 പാസ്കലാണ്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കേണ്ട സമവാക്യം മർദ്ദം ഇസ് ഈക്വൽ ടു ബലം ഡിവൈഡഡ് ബൈ പരപ്പളവാണെന്ന് നമുക്കറിയാം. P ഇസ് ഈക്വൽ ടു F/A. മർദ്ദം ഇസ് ഈക്വൽ ടു ബലം ഡിവൈഡഡ് ബൈ പരപ്പളവ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ബലമാണ്. അപ്പോൾ ആ ഇക്വേഷനിൽ ബലം ഈസ് ഈക്വൽ ടു ആക്കി എഴുതുന്ന സമയത്ത് നമുക്ക് ബലം ഈസ് ഈക്വൽ ടു മർദ്ദം ഇൻറ്റു പരപ്പളവെന്ന് കിട്ടും. അപ്പം മർദ്ദം എന്ന് പറയുന്നത് ഇവിടെ 1 പാസ്കലിനാണ് കൊടുത്തത്, തെറ്റാണ്. 10-13-25 പാസ്കലാണ്. ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് 10-13-25 ഇൻറ്റു പരപ്പളവെന്ന് പറയുന്നത് 1. അപ്പോൾ 10-13-25 ഇൻറ്റു 1 ചെയ്യുന്ന സമയത്ത് 10-13-25 എന്ന് തന്നെ ഉത്തരം കിട്ടും. ബലം എന്ന് പറയുന്നത് 10-13-25 ന്യൂട്ടൺ, അത്രയും ന്യൂട്ടണാണ് ബലം. അപ്പോൾ ഇത് നമ്മളൊരു ഏകദേശം വെച്ച് നോക്കുകയാണെങ്കിൽ ഭാരം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു 10,339 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെയൊക്കെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇപ്പോൾ മാസ് 10,339 ആകുമ്പം അതിൻ്റെ ഭാരം കാണാൻ നമ്മൾ mg ചെയ്യും. അപ്പം 10,339 ഇൻറ്റു 9.8 ചെയ്യും. അപ്പം ഏകദേശം 10-13-25 ന്യൂട്ടണിനോട് ഏറ്റവും അടുത്തൊരു മൂല്യമാണ് നമുക്ക് കിട്ടുക. അപ്പം അതാണ് തുല്യമാണ് എന്നുള്ള രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ ബലം അനുഭവപ്പെട്ടിട്ടും മേശ നിലം പതിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് കാരണം? ഈ ഒരു ബലം മേശേൻ്റെ മേലെ ഭാഗത്തും പ്രയോഗിക്കപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ താഴെ ഭാഗത്തും പ്രയോഗിക്കപ്പെടുന്നുണ്ട്. മേലിൽ നിന്ന് താഴേക്കും അനുഭവപ്പെടുന്നുണ്ട്, താഴെയിൽ നിന്ന് മേലേക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകും. അതേപോലെ തന്നെ സൈഡ് നോക്കുകയാണെങ്കിലും ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കും മറ്റേ സൈഡിൽ നിന്ന് ആദ്യത്തെ സൈഡിലേക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ദിശകളിലേക്കും അനുഭവപ്പെടുന്നതുകൊണ്ട് അത് പരസ്പരം ബാലൻസ്ഡ് ആയി പോകും. ഇനി ഇവിടെ വലിയ എന്നൊരു ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1654 ഓട്ടോഫോൺ ഗറിക്ക എന്ന് പറയുന്ന ഒരാൾ 2 ചെമ്പ് പാത്രങ്ങൾ ചേർത്തിട്ട് ഒരു 35.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു പൊള്ളയായ ഗോളുണ്ടാക്കി. അതായത് ഗോളത്തിൻ്റെ ഉള്ളിൽ നിന്ന് വായു നീക്കം ചെയ്തിട്ട് 2 അർദ്ധഗോളങ്ങൾ പരസ്പരം യോജിപ്പിച്ചു. ഈ ചിത്രത്തിൽ നടുക്ക് കാണുന്ന പോലെ. അതിനുശേഷം ഈ പാത്രങ്ങളെ പരസ്പരം വേർപെടുത്താൻ വേണ്ടിയിട്ട് കുതിരകളെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല. കാരണം
അതിൻ്റെ പുറത്ത് അത്രയും അന്തരീക്ഷമർദ്ദം കൂടുതലാണ്. ഉള്ളിലാണെങ്കിൽ വായു ഇല്ലാത്തത് കൊണ്ട് മർദ്ദമില്ല, വായുമർദ്ദമില്ല. അപ്പോൾ പുറത്തുള്ള അന്തരീക്ഷമർദ്ദം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് അതതിനെ ഒട്ടിച്ചേർത്ത് നിർത്തുന്നു. അതിനെ ഓവർകം ചെയ്യാനായിട്ട് കുതിരകൾ പ്രയോഗിച്ച ബലത്തിന് അതുകൊണ്ട് തന്നെ സാധിച്ചില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ദ്രാവകങ്ങളിൽ ഇതുപോലെ വാതകങ്ങളിലും മർദ്ദം എല്ലാ ദിശകളിലേക്കും അനുഭവപ്പെടുന്നു. ഇനി അടുത്തത് വേറൊരു പരീക്ഷണമാണ്. ഒരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു കാർഡ്ബോർഡ് വെക്കുക. കാർഡ്ബോർഡ് നന്നായിട്ട് അമർത്തിയ ശേഷം ഇതൊന്നായിട്ട് തല കീഴായിട്ട് കമഴ്ത്തുക. എന്നിട്ട് നോക്കുക ആ കാർഡ്ബോർഡ് അവിടെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ താഴെ പോകുന്നുണ്ടോ. നമുക്ക് കാണാനായിട്ട് പറ്റും കാർഡ്ബോർഡ് അവിടെ തന്നെ നിൽക്കും, താഴേക്ക് പോവില്ല. എന്തുകൊണ്ടാണ്? അവിടെ അന്തരീക്ഷമർദ്ദം താഴെ നിന്ന് കാർഡ്ബോർഡിൻ്റെ മേലേക്ക് പ്രയോഗിക്കപ്പെടുന്നതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അന്തരീക്ഷമർദ്ദം കാർഡ്ബോർഡിൻ്റെ മേലെ അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അതങ്ങനെ തന്നെ നിൽക്കുന്നത്. അതിന് ഗ്ലാസ്സിലെ ജലത്തിൻ്റെ ഭാരത്തിനെ മുഴുവനായിട്ടും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് മർദ്ദ സന്തുലനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ വീണ്ടും പരീക്ഷണങ്ങൾ തന്നെയാണ്. അടുത്തായിട്ട് വീണ്ടും ഒരു പരീക്ഷണം തന്നെയാണ്. ഒരു ബീക്കർ എടുക്കുക, ബീക്കറിൽ വെള്ളം എടുക്കുക, ആ വെള്ളത്തിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക. കത്തിച്ച് വെച്ച ശേഷം ഒരു ഗ്ലാസ് ഉപയോഗിച്ച് മെഴുകുതിരി ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഗ്ലാസ് കമഴ്ത്തി വെച്ചിട്ട് മെഴുകുതിരി കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് പറ്റുന്നത് കുറച്ച് നേരം മെഴുകുതിരി അങ്ങനെ കത്തും. കുറച്ച് നേരം കഴിയുന്ന സമയത്ത് മെഴുകുതിരി കെടും. അതിനുള്ള വായു ഉപയോഗിച്ചാണ് മെഴുകുതിരി കത്തുന്നത്. ഓക്സിജൻ ഉപയോഗിച്ചാണ് മെഴുകുതിരി കത്തുന്നത്. ഓക്സിജൻ തീരുന്ന സമയത്താണ് മെഴുകുതിരി കെടുന്നത്. അപ്പോൾ മെഴുകുതിരി കെടുന്നത് ഓക്സിജൻ തീരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഓക്സിജൻ തീരുന്ന സമയത്ത് ഉള്ളിലെ വായുമർദ്ദം കുറയും. ഉള്ളിലെ വായുമർദ്ദം കുറയുന്ന സമയത്ത് പുറത്ത് വായുമർദ്ദം കൂടുതലും ഉള്ളിൽ വായുമർദ്ദം അത് വെച്ച് നോക്കുമ്പോൾ കുറവുമായിരിക്കും. പുറത്ത് വായുമർദ്ദം കൂടുതലും ഉള്ളിൽ വായുമർദ്ദം കുറവുമായിരിക്കും. അപ്പോൾ അവിടെ ആ ജലത്തിന് മേലെ ഒരു മർദ്ദം പ്രയോഗിക്കപ്പെടും. പുറത്തുള്ള വായുമർദ്ദം ജലത്തിൻ്റെ മേലെ ഒരു അധിക മർദ്ദം പ്രയോഗിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ജലം മുഴുവനായിട്ട് ഗ്ലാസിൻ്റെ ഉൾഭാഗത്തേക്ക് കയറുകയും ഗ്ലാസിൻ്റെ ഉൾഭാഗത്ത് ജലത്തിൻ്റെ നിരപ്പ് കൂടുകയും ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് സിറിഞ്ച് വെച്ചിട്ടുള്ള പരീക്ഷണമാണ്. ഈ സിറിഞ്ചിൻ്റെ പിസ്റ്റൺ കുറച്ചൊന്ന് പിന്നോട്ട് വലിക്കുക. പിന്നോട്ട് വലിച്ച ശേഷം മുൻവശത്തുള്ള ദ്വാരം കൈ കൊണ്ട് അമർത്തി പിടിക്കുക. അതിനുശേഷം പിസ്റ്റൺ അങ്ങ് മാക്സിമം പറ്റുന്ന അത്രയും പിറകോട്ട് വലിക്കുക. എന്നിട്ടത് വിടുക. അപ്പോൾ എന്താ നിരീക്ഷിക്കാൻ പറ്റുക? മാക്സിമം വലിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് പറ്റും അത് അതിൻ്റെ ആദ്യത്തെ ആ സ്ഥാനത്തേക്ക് തന്നെ പോകുന്നത്. അതിനുള്ള കാരണം എന്താണ്? നമ്മൾ പിസ്റ്റൺ പിന്നെയും ബാക്കോട്ട് വലിക്കുന്ന സമയത്ത് സിറിഞ്ചിൻ്റെ ഉൾഭാഗത്തെ മർദ്ദം കുറയും, പുറഭാഗത്തെ മർദ്ദം കൂടുതലായിരിക്കും. ആ ഒരു കൂടിയ മർദ്ദം ആ പിസ്റ്റണിൻ്റെ മേലെ പ്രയോഗിക്കുന്ന ബലം കാരണമാണ് പിസ്റ്റൺ പിന്നെയും ആദ്യത്തെ സ്ഥാനത്തേക്ക് തന്നെ പോകുന്നത്. നമ്മൾ പിസ്റ്റൺ ഇങ്ങനെ ബാക്കോട്ട് വലിക്കുന്ന സമയത്ത് ഉള്ളിലുള്ള മർദ്ദം കുറയാനായിട്ടുള്ള കാരണം എന്താ? നമ്മൾ ദ്വാരം അടച്ചു പിടിച്ച കാരണം വായു അതിനകത്തേക്ക് പിന്നെയും കയറുന്നില്ല. വായുവിൻ്റെ അളവ് തുല്യം തന്നെയാണ്, പക്ഷേ പിസ്റ്റൺ ബാക്കോട്ട് വലിക്കുന്ന സമയത്ത് അവിടെ വ്യാപ്തം കൂടുന്നുണ്ട്. വ്യാപ്തം കൂടുന്ന സമയത്ത് മർദ്ദം കുറയുന്നു. അപ്പം അങ്ങനെയാണ് അവിടുത്തെ മർദ്ദം കുറയുന്നത്. നമുക്കറിയില്ലേ ബോയിൽ നിയമം പറയുന്നതാണ് വ്യാപ്തം കൂടുന്ന സമയത്ത് മർദ്ദം കുറയുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെ വ്യാപ്തം കൂടുന്ന സമയത്ത് മർദ്ദം കുറയുന്നു. പുറത്താണെങ്കിൽ മർദ്ദം കൂടുതലാണ്. ഒരു കൂടിയ മർദ്ദമാണ് പിസ്റ്റണിനെ തള്ളി വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ എത്തിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സന്ദർഭങ്ങൾക്ക് വിശദീകരണം നൽകുകയാണ് വേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, റബ്ബർ ചക്കറുകൾ മിനുസമുള്ള പ്രതലത്തിൽ പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ റബ്ബർ ചക്കർ ഒരു പ്രതലത്തിലേക്ക് ഒട്ടിക്കുന്ന സമയത്ത് റബ്ബർ ചക്കറിൻ്റെ ഉള്ളിലുള്ള വായു പുറത്തേക്ക് പോകും.
ഉൾഭാഗത്ത് അതുകൊണ്ട് തന്നെ വായുമർദ്ദം കുറയും. എന്നാൽ പുറം ഭാഗത്ത് വായുമർദ്ദം കൂടുതലായിരിക്കും. സാധാരണ അന്തരീക്ഷ മർദ്ദം തന്നെ പുറം ഭാഗത്ത് അനുഭവപ്പെടുക. ഉള്ളിൽ മർദ്ദം കുറവാണ്, പുറം ഭാഗത്ത് മർദ്ദം കൂടുതലാണ്. പുറം ഭാഗത്ത് നല്ല ബലം അനുഭവപ്പെടും. ആ ബലം കാരണം റബ്ബർ ചക്കറുകൾ മിനുസമുള്ള പ്രതലത്തിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചവിടെ നിൽക്കും. ഇനി അടുത്തത്, പർവ്വതാരോഹകർക്ക് ഉയരങ്ങളിലെത്തുമ്പോൾ മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവാറുണ്ട്. കാരണം എന്താണ്? പർവ്വതാരോഹകർ പർവ്വതം കയറുമ്പം കൂടുതൽ ഉയരത്തിലേക്കാണ് പോകുന്നത്. ഉയരം കൂടുമ്പം മർദ്ദം കുറയുന്നു. അപ്പം അവിടെയൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മർദ്ദം താരതമ്യേന കൂടുതലും പുറത്തുള്ള മർദ്ദം താരതമ്യേന കുറവുമായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മർദ്ദവും ശരീരത്തിൻ്റെ പുറത്തുള്ള മർദ്ദവും തമ്മിലൊരു ഇംബാലൻസ് വരും. ഇംബാലൻസ് വരുമ്പം മൂക്കിൻ്റെ ഉള്ളിലുള്ള ഞരമ്പുകളിലൊക്കെ കൂടുതൽ മർദ്ദം അനുഭവപ്പെടും. അപ്പം അങ്ങനെ മർദ്ദം വരുമ്പം അത് പൊട്ടുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി അടുത്തത്, ഡ്രിപ്പ് ഇഞ്ചക്ഷൻ നൽകുമ്പോൾ ഇഞ്ചക്ഷൻ ബോട്ടിലിൽ സൂചി കൊണ്ട് തുളകളിടുന്നു. ഡ്രിപ്പ് ഇഞ്ചക്ഷൻ നൽകുന്ന സമയത്ത് ഇഞ്ചക്ഷൻ ബോട്ടിലിൽ സൂചി കൊണ്ട് തുളകളിടുന്നത് വായു ഇഞ്ചക്ഷൻ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചക്ഷൻ ബോട്ടിൻ്റെ ഉള്ളിലെ ദ്രാവകം ഇങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മേലെ ഭാഗം കുറേ ഇങ്ങനെ ഒഴിവായിട്ട് വരും. അപ്പോൾ അവിടെ ഈ വായു കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുളകളിടുന്നത്. വായു കയറുന്ന സമയത്ത് വായു ഈ ദ്രാവകത്തിൻ്റെ മേലെ മർദ്ദം പ്രയോഗിക്കുകയും ദ്രാവകം കൂടുതലായിട്ട് ശരീരത്തിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. ഇനി അടുത്തത്, ചുരം കയറുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് ശരീരവേദന അനുഭവപ്പെടുന്നു. നേരത്തെ നമ്മൾ പർവ്വതാരോഹകരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ചുരം കയറുമ്പം കൂടുതൽ ഉയരങ്ങളിലേക്കാണ് പോകുന്നത്. ഉയരങ്ങളിലേക്ക് പോകുമ്പം മർദ്ദം കുറയും. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിലെ മർദ്ദം കൂടുതലും പുറത്തുള്ള മർദ്ദം കുറവുമായിരിക്കും. അപ്പം മർദ്ദത്തിലൊരു ഇംബാലൻസ് അവിടെ വരും. മർദ്ദത്തിൽ ആ ഒരു സന്തുലനം നഷ്ടപ്പെടും. അപ്പോൾ അത് കാരണമാണ് ചെവിക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മർദ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വിലയിരുത്താം എന്ന് പറയുന്ന സെക്ഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.